ഇസ്രായേൽ സൈന്യത്തിന് ശക്തമായ AI സംവിധാനങ്ങളുണ്ട്. ഇവ ലോകത്തിലെ ഏറ്റവും മികച്ച AI മിലിറ്ററി ടെക്നോളജികൾ ഒന്നാണ്. ലവൻഡർ എന്ന ഇസ്രായേൽ AI അധിഷ്ഠിത സംവിധാനം വ്യക്തികളുടെ ഫോൺ ഉപയോഗം, ലൊക്കേഷൻ പാറ്റേണുകൾ, സോഷ്യൽ നെറ്റ്വർക്ക് ബന്ധങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് ലക്ഷ്യങ്ങളെ തിരിച്ചറിയുന്നതിനായി ഉപയോഗിക്കുന്നു. ഒരു ഘട്ടത്തിൽ ഏകദേശം 30,000 മുതൽ 37,000 വരെ വ്യക്തികളെ പൊട്ടൻഷ്യൽ ടാർഗറ്റ്സായി ലവൻഡർ അടയാളപ്പെടുത്തിയതായി നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സംവിധാനത്തിന് 85% മുതൽ 90% വരെ കൃത്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗോസ്പൽ എന്ന AI സംവിധാനം വ്യക്തികളെക്കാൾ കൂടുതൽ കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും ലക്ഷ്യമാക്കി ടാർഗറ്റ് ജനറേഷൻ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു ദിവസത്തിൽ തന്നെ 100 കണക്കിന് ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കാൻ ഗോസ്പൽ ഇസ്രായേലിനെ സഹായിക്കുന്നു. ഫയർ ഫാക്ടറി എന്ന മറ്റൊരു AI സംവിധാനം ഈ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി ആക്രമണങ്ങളുടെ സമയക്രമവും രീതിയും സ്വയമേ നിർദ്ദേശിക്കുന്ന ഒരു പ്ലാനിംഗ് ടൂളായി പ്രവർത്തിക്കുന്നു. അമേരിക്ക 2017 ആരംഭിച്ച പ്രൊജക്ട് മാവൻ വീഡിയോ ഫീഡുകളും ഇമേജ് ഡേറ്റയും വിശകലനം ചെയ്ത് ശത്രുപാളയത്തെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഒരു AI സംവിധാനമായി ഇന്ന് വികസിച്ചു കഴിഞ്ഞു. ഈ സംവിധാനം 170-ലധികം ഇന്റലിജൻസ് സ്രോതസ്സുകളിൽ നിന്നുള്ള ഡേറ്റ സംയോജിപ്പിച്ച് റിയൽ ടൈം ബാറ്റിൽ ഫീൽഡ് അവയർനെസ് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്നു. ഈ സംവിധാനങ്ങളുടെ ഭാഗമായാണ് പുതുതലമുറ AI മോഡലുകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആന്ത്രോപ്പി വികസിപ്പിച്ച ക്ലോഡ് പോലുള്ള മോഡലുകൾ ഡിസിഷൻ സപ്പോർട്ട് സംവിധാനങ്ങളായി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് നിരവധി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ക്ലോഡ് പോലെയുള്ള AI നേരിട്ട് ഡ്രോണുകളോ മിസൈലുകളോ നിയന്ത്രിക്കുന്നില്ല. എന്നാൽ ടാർഗറ്റ് പ്രയോറിറ്റൈസേഷൻ, റിസ്ക് അസസ്മെന്റ്, സിമുലേഷൻ ബേസ്ഡ് ഫോർകാസ്റ്റിംഗ് എന്നിവയിൽ അവ നിർണായക സഹായം നൽകുന്നു. ഇതിലൂടെ കമാൻഡർമാർക്ക് വേഗത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. ചില സൈനിക വിശകലനങ്ങൾ പ്രകാരം AI ഉപയോഗത്താൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 1000-ലധികം ടാർഗറ്റ് പോസിബിലിറ്റീസ് വിലയിരുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്നത്തെ യുദ്ധം മാറിക്കഴിഞ്ഞു. ഇറാൻ ആകട്ടെ AI ഉപയോഗത്തിൽ വ്യത്യസ്തമായൊരു തന്ത്രം പിന്തുടരുന്നുണ്ട്. ഉയർന്ന ചെലവുള്ള കേന്ദ്രീകൃത സിസ്റ്റങ്ങൾക്ക് പകരം കുറഞ്ഞ ചെലവിൽ പ്രവർത്തിക്കുന്ന ഡീസെൻട്രലൈസ്ഡ് വാർഫെയർ മോഡലുകളാണ് ഇറാൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡ്രോണുകളാണ് ഇറാന്റെ പ്രധാന ആയുധം. ഒരേ സമയം നിരവധി ഡ്രോണുകൾ പരസ്പരം ഡേറ്റ കൈമാറുന്നു. ചില ഡ്രോണുകൾ GPS ഇല്ലാതെയും ഓൺബോർഡ് AI നാവിഗേഷൻ ഉപയോഗിച്ചും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിവുള്ളവയാണ്. ഇവ ഇലക്ട്രോണിക് ജാമിംഗ് സാഹചര്യത്തിലും പ്രവർത്തനക്ഷമത ഉറപ്പാക്കുന്നു. കുറഞ്ഞ ചെലവിൽ ഇറാൻ നിർമ്മിച്ച ഈ സംവിധാനങ്ങൾ ഉയർന്ന ചെലവുള്ള US, ഇസ്രായേൽ സംവിധാനങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.